ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സഹന സമരം 51ാം ദിവസത്തിലേക്ക്. മുടിമുറിക്കൽ ഉൾപ്പെടെ വൈകാരിക സമര രീതിയിലേക്ക് കടന്നിട്ടും ആശമാരെ കേൾക്കാൻ തയ്യാറാകാതെ മന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും. സമരം കടുപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ആശാവർക്കർമാർ സമരം തുടരുകയാണ്. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, കഴിഞ്ഞ ദിവസം വൈകാരികമായ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ആശാവർക്കർമാരുടെ ഭാഗത്ത് നിന്നും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ മുടിയെ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളത് അറിയാം. ആ തലമുടി മുറിച്ചെറിഞ്ഞുകൊണ്ടാണ് സർക്കാരിന് മേൽ അതുപോലും അവർ ഉപേക്ഷിക്കുകയാണ് എന്നുള്ളൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ആ കടുത്ത സമരമാർഗത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളോ മുഖ്യമന്ത്രിയോ ഒന്നും അത് കണ്ടമട്ടയില്ല. എന്തായാലും തുടർന്നും സമരമുണ്ടാകും, സമരം കടുപ്പിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകും എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണോ അവർ ഇപ്പോഴും നിലനിൽക്കുന്നത്? രോഹിണി, ഗുഡ് മോർണിംഗ്. എന്തായാലും ആശാവർക്കർമാരുടെ സമരം ഇന്ന് 51ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ഇന്നലെ രോഹിണി സൂചിപ്പിച്ചതുപോലെയാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രമാണ് അത് വലിയ നീളമുള്ള മുടിയാണെങ്കിലും ചെറിയ മുടിയാണെങ്കിലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുടി വലിയ മാനം നൽകുന്ന ഒന്നാണ്. ആ മുടി മുറിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ആശാവർക്കർമാരുടെ അമ്മമാരുടെ ആ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ആ മുടിമുറിച്ച് സമരം നടത്തിയിട്ട് പോലും, അതായത് 51 ദിവസമായി ഈ സഹന സമരം നടത്താൻ ഈ ആശാപ്രവർത്തകർ, അതായത് മിനിമം ആശാവർക്കർമാരുടെ മിനിമം ഓണറേറിയം 21,000 രൂപയും വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപയും നൽകണമെന്ന ഒരു മിനിമം ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ 51 ദിവസത്തെ സമരം മുന്നോട്ട് പോകുന്നത്. അതിൽ 13 ദിവസമായി ആശാപ്രവർത്തകർ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകം. കാരണം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയതുമാണ്. കാരണം ഈ 13 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന, അത് റിലേ നിരാഹാരമാണ്, അനിശ്ചിതകാല നിരാഹാരമാണ്. ആ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഓരോ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ അമ്മമാരുടെ പ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരാണ് ഇത്തരത്തിൽ ഈ നിരാഹാര സമരത്തിന് അനുഷ്ഠിക്കുന്നത്. ആ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതിനോടൊപ്പമാണ് മറ്റ് ആശാപ്രവർത്തകർ മറ്റ് ഉപവാസ സമരവും എല്ലാം തന്നെ നടത്തുന്നത്. ഇത്രയും സഹനമായ 51 ദിവസം ഭരണശിലാ കേന്ദ്രത്തിന് മുമ്പിൽ ഇത്തരത്തിൽ സ്ത്രീ സമൂഹം സമരം ചെയ്തിട്ട്, അതും വൈകാരികമായ പല നിമിഷങ്ങളും കടന്നുപോയിട്ട് പോലും ഈ ആശാപ്രവർത്തകന്മാരുടെ സമരത്തെ അല്ലെങ്കിൽ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ഈ സർക്കാർ സംവിധാനം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 തവണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിലും ആ ചർച്ച പരിപൂർണമായും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സമരസമിതിയുടെ നേതാവ് മിനി ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി, ഇപ്പോൾ ഇന്നലെ ഈ സമരത്തിൻ്റെ ഭാഗമായി മുടിമുറിക്കൽ സമരം അടക്കം ഇന്നലെ സംഘടിപ്പിച്ചു. ഇനിയും സമരം ശക്തമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അതെ, സമരം ശക്തമായി തുടരും. അതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഉടനെ തന്നെ പ്രഖ്യാപിക്കും. കാരണം ഈ തുകയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പൊതുസമൂഹവും അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേതനം വർദ്ധിപ്പിച്ചേ മതിയാകുള്ളൂ. അത് കിട്ടുന്നത് വരെയും സമരം തുടരും, ശക്തമായി തുടരും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ സ്നേഹത്തോടെ പരിപാലനം നടത്തുന്നതാണ് ഈ തലമുടി എന്ന് പറയുന്നത്. അത്തരത്തിൽ വൈകാരികമായി തലമുടി മുറിച്ച് പ്രതിഷേധം നടത്തിയപ്പോൾ ഇന്നലെ സംസ്ഥാനത്ത് തൊഴിൽ മന്ത്രി പറഞ്ഞത് ആ മുടികളെല്ലാമായിട്ട് നിങ്ങൾ ഡൽഹിയിലേക്ക് പോകൂ എന്നതാണ്. വളരെ പരിഹാസപൂർണ്ണമായിരുന്നു ഇന്നലത്തെ കേരളത്തിലെ തൊഴിൽ മന്ത്രിയുടെ പ്രസ്താവന. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു തൊഴിൽ മന്ത്രി മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസ മന്ത്രിയും കൂടിയാണ്. അദ്ദേഹം എന്താണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന സന്ദേശം? സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുക. ഞങ്ങൾ പറയുന്നത് കേന്ദ്രത്തിന് മാത്രമല്ല, വിഹിതം കേരളത്തിനും കൂടെ ഉണ്ട്, അതും കൂടെ കൊടുക്കും. കേരളത്തിൻ്റെ വിഹിതം കൂടെ ഞങ്ങൾ കൊടുക്കും, 2 പേർക്കും കൊടുക്കും. അതാണ് പറയാനുള്ളത്. സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. സമരവുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ ഇതുവരെ ഒരു അക്രമത്തിൻ്റെ മാർഗ്ഗം എടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് പോലെ നിയമസഭയ്ക്കകത്ത് പരാക്രമം കാണിക്കുന്നത് പോലുള്ള ഒരു സംഗതികളും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ മാന്യമായി സഭ്യമായി ഇടപെടാനാണ്. അത് ആര് പറഞ്ഞിരുന്നാലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഭാഷ പ്രയോഗം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യാൻ ഇനിയെങ്കിലും ഈ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ കാണിക്കേണ്ട ഉത്തരവാദിത്തം കാണിക്കണം. 51 ദിവസത്തെ ഈ സമരം വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക്, ഇനി വേണമെങ്കിൽ ഒരു 4ാം ഘട്ട സമരം എന്ന നിലക്ക് അത് പോകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 1ാം ഘട്ടം എന്ന നിലയിൽ അവർ ഉപവാസ സമരങ്ങൾ ആരംഭിച്ചിരുന്നു. 2ാം ഘട്ട സമരം എന്ന നിലയിൽ അവർ നിരാഹാര സമരത്തിലേക്ക് പോയി. ഇന്നലെ കുറച്ചുകൂടി വൈകാരികമായ രീതിയിൽ അത് സമരം മുന്നോട്ട് കൊണ്ടുപോയി അവർ ആ മുടിമുറിക്കൽ സമരത്തിലേക്ക് പോയി. ഇനി സമരത്തിൻ്റെ അടുത്ത 4ാം ഘട്ടം പ്രഖ്യാപിക്കും.
എന്ന് തന്നെയാണ് സമരസമിതിയുടെ നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തു നടപടിയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സമരസമിതിയുടെ നേതാക്കൾ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സമരം ചെയ്യുകയും സമരത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും സമരത്തിൻ്റെ മാർഗങ്ങളിലൂടെയാണ് കടന്നു വന്നവരെ എന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതും തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് രോഹിണിക്ക് അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടതാണ് നങ്ങേലിയുടെ കഥ. അത് എത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ രോഹിണിക്ക് പറയുന്നില്ല. ആ നങ്ങേലിയുടെ കഥ കേരളത്തിലെ സ്ത്രീ നേതാക്കന്മാർ, അത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായാലും ആ മുൻ ആരോഗ്യവകുപ്പ് 2 മന്ത്രിമാരും, അതായത് CPM-ന്റെ 2 പ്രധാനപ്പെട്ട വനിതാ നേതാക്കന്മാരും ആവർത്തിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ് നങ്ങേലിമാരുടെ കഥ. അപ്പോൾ അത്തരത്തിൽ പ്രസംഗം നടത്തുന്ന അവർ എന്തുകൊണ്ടാണ് ഈ അമ്മമാരുടെ വേദന കാണാതെ പോകുന്നു, അതിൽ രാഷ്ട്രീയം മാത്രം കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തൊഴിൽ മന്ത്രിയുടെ പ്രതികരണം അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞത് അങ്ങനെ കേന്ദ്രത്തിന് മാത്രമായിട്ടൊരു വിഹിതമില്ല, കേരളത്തിനും കൂടി ഒരു വിഹിതമുണ്ട്. കാരണം ഇവരുടെ ഓണറേറിയം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പാലക്കാട് നഗരസഭയടക്കം, മുത്തോലി ഗ്രാമപഞ്ചായത്ത് അടക്കം, മരട് നഗരസഭയടക്കം അങ്ങനെ നിരവധിയായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ വേതനം വർദ്ധിപ്പിക്കുമ്പോൾ അതൊന്നും വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല, അതൊന്നും തന്നെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. പക്ഷെ അങ്ങനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രതികരണം നടത്തുമ്പോഴും മന്ത്രി മനസ്സിലാക്കേണ്ടത് ആശാ വർക്കർമാർ എന്ന് പറയുന്നത് അവർ സാധാരണമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവനക്കാരാണ്. അപ്പോൾ മന്ത്രിക്ക് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മന്ത്രിക്ക് തന്നെ ഒരു പ്രത്യേക ഓർഡർ ഇറക്കാൻ സാധിക്കും. ഇവരെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധിക്കുന്നതും ആ മന്ത്രിക്കാണ്. ആ മന്ത്രിക്ക് ഇവരെയൊക്കെ തന്നെ അവരുടെ വകുപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ മറ്റു നേതാക്കളും പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല അവഹേളിക്കുക കൂടി ചെയ്യുകയാണ് സർക്കാരിൻ്റെ രീതി എന്ന് തന്നെയാണ് ഈ സമരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആശാ വർക്കർമാരുടെ അസഹന സമരം ഇന്ന് 51ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മുടിമുറിക്കൽ ഉൾപ്പെടെയുള്ള വൈകാരിക സമര രീതികളിലേക്ക് കടന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാനോ കാണാനോ തയ്യാറാകാതെ മന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെ നിലപാടുറപ്പിക്കുന്ന കടുത്ത നിലപാടുമായി നിൽക്കുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ആശാ വർക്കർമാർ സമരം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം ഏതു രീതിയിലായിരിക്കും എന്നുള്ളത് തുടർന്നും അറിയിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അഖിൽ പാലോട്ട് മഠമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.